തമിഴ്നാട് കോയമ്പത്തൂർ സൂലൂരിൽ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞു. കുട്ടിയുടെ അയൽവാസിയായ കാർത്തിക്, സുഹൃത്ത് മോഹൻരാജ് എന്നിവർ ചേർന്നാണ് ഈ കൊടും ക്രൂരത കാട്ടിയത്. ഇന്നലെ വൈകിട്ടാണ് പ്രദേശത്തെ കുളത്തിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ചോക്ലേറ്റ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതും തുടർന്ന് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് സൂലൂർ സ്വദേശിയായ പെൺകുട്ടിയെ കാണാതാകുന്നത്. പ്രദേശത്ത് മുഴുവൻ വീട്ടുകാർ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് പോലീസിൽ പരാതി നൽകി. ഇന്നലെ വൈകിട്ടോടെ സമീപത്തെ കുളത്തിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ അയൽവാസികളായ കാർത്തിക്, മോഹൻരാജ് എന്നിവർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായി. പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ പെൺകുട്ടി കാർത്തിക്കിനൊപ്പം ബൈക്കിൽ കയറി പോകുന്നത് കണ്ടു. ചോക്ലേറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് ഇയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് കുന്നമ്പാളയത്തെ ഒരു തെങ്ങിൻ തോപ്പിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ കുട്ടി ബഹളം വച്ചതോടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഇതിനുശേഷം മൃതദേഹം കുളത്തിൽ തള്ളുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് മൃതദേഹം കണ്ടെടുക്കുന്നത്. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലാവുകയായിരുന്നു. കുട്ടിയെ കാണാതായതു മുതൽ വീട്ടുകാർക്കൊപ്പം തിരയാൻ പ്രതികളും ഉണ്ടായിരുന്നുവെന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. തെളിവെടുപ്പിനായി കൊണ്ടുവന്ന സമയത്ത് കാർത്തിക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. കെട്ടിടത്തിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിക്ക് കൈകാലുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയ 2ാം പ്രതി മോഹൻരാജിനെ 27 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ നടത്തിയത്. ട്രിച്ചി റോഡ് ഏറെ നേരം നാട്ടുകാർ ഉപരോധിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ് അറിയിച്ചതിന് പിന്നാലെയാണ് ഉപരോധം അവസാനിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.